ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡ് സമീപകാലത്തെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 2 ലീഗ് മത്സരങ്ങളിലും റയൽ പരാജയപ്പെട്ടു. സാബി അലോൺസോയുടെ പകരമായി വന്ന അർബിലോവക്കും ഇപ്പോൾ ക്ലബിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ പെരസിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒക്ഡായാരിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. വരുന്ന സമ്മറിൽ ഒരുപാട് താരങ്ങളെ ഒഴിവാക്കാൻ റയൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം 7ഓളം താരങ്ങൾക്ക് ക്ലബിന് വെളിയിൽ പോകേണ്ടി വന്നേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റോഡ്രിഗോയെ നല്ല ഒരു തുകക്ക് വിൽക്കാൻ റയലിന് പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ അത് സാധ്യമല്ല. കാരണം റോഡ്രിഗോ പരിക്കിന്റെ പിടിയിലാണ്, ഒരുപാട് കാലം പുറത്താണ്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് കൈവിടില്ല എന്നുള്ളതാണ്. പരിക്കൊക്കെ മാറി കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ റയൽ മാഡ്രിഡ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ വിൽക്കാൻ ഇപ്പോൾ റയലിന് സാധിക്കില്ല എന്നുള്ളതാണ്. അതേസമയം ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരം അത് കമവിംഗയാണ്. കമവിംഗയുടെ പ്രകടനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ കൈവിട്ടേക്കും. 70 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് റയൽ കണ്ടുവച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചില ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ 20 മില്യൺ യൂറോക്ക് ഫ്രാൻ ഗാർഷ്യ സെബയോസ്, ഈ 2 താരങ്ങളെയും റയൽ മാഡ്രിഡ് കൈവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഒക്ഡയാരിയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ അലാബ, കാർവഹൽ, റൂഡിഗർ, ഈ 3 താരങ്ങളുടെയും കോൺട്രാക്ട് അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്ട് പുതുക്കാൻ റയൽ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഈ 3 താരങ്ങൾക്കും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഫെർലാൻഡ് മെൻഡിയെ കൂടി റയൽ ഒഴിവാക്കിയേക്കും. അദ്ദേഹത്തിന്റെ സാലറി സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഫെർലാൻഡ് മെൻഡിയെ ഇപ്പോൾ ഒഴിവാക്കുന്നത്. അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ താരങ്ങളെയും ഒഴിവാക്കാൻ റയൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റോഡ്രിഗോയെ വിൽക്കാൻ നേരത്തെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പരിക്കേറ്റതോടുകൂടി പ്ലാനുകളിൽ മാറ്റം വരുത്തി. ബാക്കിയുള്ള 7 താരങ്ങളെയും റയൽ മാഡ്രിഡ് കൈവിടാൻ തന്നെയാണ് സാധ്യത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.